വൈകിട്ടാണ് അത് അറിയുന്നത്. 1 മണിക്ക് 1:30 മണിക്കായിട്ടാണ് ഐലൻഡ് എക്സ്പ്രസ് ഈ അഷ്ടമുടി കായലിലേക്ക്, ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അഷ്ടമുടി കായലിൽ ഐലൻഡ് എക്സ്പ്രസ് വീണെന്നുള്ളത് അന്നൊക്കെ കുറേ ലേറ്റ് ആയിട്ടുള്ള വാർത്ത അറിയുന്നത്. വൈകുന്നേരം ഞാൻ അറിയുന്നത് ശരിക്കും. ഇത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ട്, ബോഡികൾ കിട്ടാനുണ്ട്, ഇത്ര ബോഗികൾ വെള്ളത്തിലാണ് ഇപ്പോൾ എന്ന് പറയുമ്പോൾ എനിക്കറിയാം ഈ പുഴേൻ്റെ അടുത്ത് താമസിക്കുന്ന എനിക്ക് അഷ്ടമുടി കായൽ ഞാൻ കണ്ടതുള്ളൂ പലതവണ. അപ്പം അതിലേക്ക് വീഴുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വലിപ്പമുള്ളതും ആഴമുള്ളതുമാണല്ലോ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് ബോഡിയൊന്നും തീരൂല, ഒരു ദിവസം കൊണ്ട് ഒരിക്കലും അതിൽ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയാണ് പിന്നെ മാത്യു സാറിനോട് ഇത് അറിഞ്ഞ ഉടനെ തന്നെ ഓഫീസിൽ പോയിട്ട് മാത്യു സാറിനോട് ചോദിച്ചു ഞാൻ പോട്ടെ എന്ന് വെച്ചു. അപ്പോൾ മാത്യു സാറ് പറഞ്ഞത് തിരുവനന്തപുരത്ത് നിന്ന് പോകില്ലേ മുസ്തഫേ, അവർക്ക് കൊല്ലം തൊട്ടടുത്തല്ലേ, അപ്പോൾ അവിടുന്ന് പോയിക്കോളും. അപ്പോൾ ഞാൻ അല്ല സാറേ എനിക്ക് പോകണമെന്ന് പറഞ്ഞു. മാത്യു സാറ് സ്വാഭാവികമായിട്ടും അദ്ദേഹം എൻ്റെ പ്രധാന സ്ഥലത്ത് വിളിച്ച് പറഞ്ഞു, ആ സ്ഥലത്ത് വിളിച്ച് പറയണല്ലോ ഇങ്ങനെ മുസ്തഫക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ശങ്കരൻകുട്ടി അവിടുത്തെ ഫോട്ടോഗ്രാഫർ പോയി എടുത്തോളും, വേറെ ആരെങ്കിലും അതും എടുത്തോളും പറഞ്ഞു. ഞാൻ വീണ്ടും സാറിനോട് പറഞ്ഞു അല്ല സാറേ ഞാൻ പോട്ടെ, ഇന്നായി പോയിക്കോളാം പറഞ്ഞു. എനിക്ക് അത്ര താല്പര്യം ഉണ്ടെങ്കിൽ പോയിക്കോന്ന് പറഞ്ഞു. മുസ്തഫ ആസിസ് ഓബ്വിയസ് വളരെ എൻ്റർപ്രൈസിങ് ആയിരുന്നു. പിന്നെ കോഴിക്കോട് കൗമുദിയോട് ഭയങ്കര കൂറ്, പിന്നെ അവൻ്റെ കഴിവിലുള്ള ആത്മവിശ്വാസം. അതുകൊണ്ട് എന്നോട് പറഞ്ഞു സാറേ ഞാൻ പോട്ടെ, തിരുവനന്തപുരത്ത് നല്ല പടമൊന്നും കിട്ടില്ല പറഞ്ഞു, പൊയ്ക്കോ എന്ന് ഞാൻ പറഞ്ഞു. അന്ന് ഈവനിങ്ങിൽ MS മണി എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ മുസ്തഫ പെരുമണ്ണിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അയാൾ പോകാൻ ഞാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അയാളോട് പറയേ അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് നേരെ തിരുവനന്തപുരത്തേക്ക് വരി എന്ന് പറഞ്ഞു. ഇത് ഞാൻ മുസ്തഫയെ വിളിച്ച്, അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലമാണ്. മുസ്തഫയെ വിളിച്ച ഉടനെ തന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ മണിസാർ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഫോട്ടോ എടുത്തിട്ട് തിരുവനന്തപുരത്തേക്ക് പോകണം. പറഞ്ഞു സാർ എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, നമുക്ക് നല്ല ഫോട്ടോ കിട്ടില്ല അവിടേക്ക് പോയാൽ എന്ന് പറഞ്ഞ് ശരി ഞാൻ തിരുവനന്തപുരത്ത് ഞാൻ പറയാം, മുസ്തഫയെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോണം, കാരണം എനിക്ക് എപ്പോഴേക്കും പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞോളാന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് മുസ്തഫ എങ്ങനെയൊക്കെയോ അവിടെ എത്തി, ബസ്സും ട്രെയിനും ഒക്കെ ആയിട്ട് രാവിലെ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടക്കുന്ന സ്റ്റേജിൽ അവിടെ എത്തി. ആൻഡ് കെയിം ബാക്ക് ദ സെയിം ഈവനിങ്. ഒറ്റ മണിക്കൂറേ അവിടെ നിന്നിട്ടുള്ളൂ. അതുകൊണ്ട് വന്നു. അതിൽ നിന്ന് സെലക്ട് ചെയ്ത് 1-2 ഫോട്ടോഗ്രാഫ് കൗമുദി കോഴിക്കോട് ഉപയോഗിക്കാൻ കഴിയുന്നത് സെക്കൻഡ് ഡേ ആണല്ലോ. അന്നേ ദിവസം കിട്ടിയ പടങ്ങൾ അവിടെ ഉപയോഗിക്കാൻ മിനിമം പടങ്ങളെ കിട്ടിയിട്ടുള്ളൂ. പിറ്റേന്ന് 2 നല്ല പടങ്ങൾ. പക്ഷെ തിരുവനന്തപുരത്ത് MS മണിക്ക് ഈ ഫോട്ടോഗ്രാഫ്, മുസ്തഫയുടെ ഫോട്ടോഗ്രാഫ്സിനകത്ത് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ അവിടെ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ബോട്ടിൽ ഇറങ്ങി ശവങ്ങൾ ഇങ്ങനെ പൊന്തിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് അയാൾ നിലവിളിച്ചുകൊണ്ട് പിന്നോട്ട് വാങ്ങുന്ന ഫോട്ടോ മുസ്തഫ. ഈ ഉദ്യോഗസ്ഥൻ്റെ സ്വന്തം മകൻ്റെ ജഡമായിരുന്നു അത്. അതിൻ്റെ ആ പാത്തോസ്, എല്ലാ തരത്തിലുള്ള ന്യൂസും അതിൻ്റെ എമോഷണൽ കണ്ടൻറ്റും ഒരു ഫോട്ടോ ഞാൻ വേറെ കണ്ടിട്ടില്ല. അഡ്വാൻസ് വാങ്ങുക ഒന്നും ചെയ്യാണ്ട് മുസ്തഫയുടെ സ്വന്തം നിലയ്ക്ക് KSRTC കയറി പോയി. KSRTC കയറിപ്പോയി. ഇവിടുന്ന് തൃശ്ശൂർ പോയി. തൃശ്ശൂരിൽ നിന്ന് എറണാകുളം, എനിക്ക് തോന്നുന്നു എറണാകുളത്ത് നിന്ന് പിന്നെ ഇവിടെ എത്തുന്നു, ഈ കൊല്ലത്ത് രാവിലെ എത്തുകയാണ്. പിന്നെ ഒരു ഭക്ഷണമൊന്നും കഴിക്കാതെ കയറി പോവുകയാണ്. അപ്പോൾ പിന്നെ നേരം വെളുക്കാൻ വേണ്ടിയിട്ട് കാത്തിക്കുകയാണ്. കൊല്ലത്തെത്തിയിട്ട് ഈ അഷ്ടമുടി കായലിൻ്റെ അടുത്തേക്ക് ഞാൻ അവിടുന്ന് പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് ഈ സ്പോട്ടിലേക്ക് പോകുന്നത്. അതിരാവിലെ പുലർച്ചാവുന്നേ ഉള്ളൂ.
വെളിച്ചം വെച്ചിട്ടില്ല. ഞാൻ ഓട്ടോറിക്ഷക്കാരൻ്റെ പിന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോറിക്ഷക്കാരൻ്റെ പൈസ കൊടുത്തിട്ട് ഞാൻ പിന്നെ അപ്പോഴേക്കും പോകേണ്ട രീതിയും വഴിയൊക്കെ മറ്റുള്ള ആൾക്കാർ ഇരുന്നിട്ട് ചോദിക്കും എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുക. സാധാരണ എല്ലാ പത്രക്കാരും ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ സ്പോട്ടിലെത്തുമ്പോൾ വെളിച്ചമായിട്ടില്ല. സ്ഥലത്തെത്തുമ്പോൾ വെളിച്ചമായില്ല. വെളിച്ചം മെല്ലെ 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 അപ്പോൾ ആൾക്കാരിങ്ങനെ തെരച്ചിലും ഇതൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഇത്ര വലിയൊരു സംഭവമല്ല കേരളത്തിൽ ആദ്യത്തെ. കുറച്ചുകൂടെ വെളിച്ചമായപ്പോൾ ഞാൻ കുറച്ച് പടങ്ങളൊക്കെ ഉള്ളത് ആദ്യം എടുത്തിട്ട് താഴെ ഇറങ്ങിയിട്ട് എനിക്ക് തോന്നി ഈ തോണിയിൽ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല പടം കിട്ടും. അപ്പോഴേക്കും വെളിച്ചങ്ങനെ ശരിക്കും വന്നു. അപ്പോൾ ഒരാളോട് ചോദിച്ചു ഞാൻ ഇതിലൊന്ന് കയറി എന്നൊന്ന് ഈ ബോഗീൻ്റെ അടുത്ത് കൂടെ ഒന്ന് കൊണ്ടാവുമെന്ന് ചോദിച്ചു. പിന്നെ രക്ഷാപ്രവർത്തകരും എല്ലാവരും വീണ്ടും 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 എത്തി തുടങ്ങി. അപ്പോൾ അയാൾ പറഞ്ഞു ഇത് ഒരാൾ ചൂണ്ട അറിയാലോ ഒരൊറ്റ ചൂണ്ട തോണിയല്ലേ. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയില്ല, ഞാൻ പരിചയമുള്ള ഒരാളാണെന്ന് പറഞ്ഞു. പേടിയിലേക്ക് കയറിക്കോ ഞാൻ അത് മറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കാരണം അവർ രണ്ടാളെ കയറ്റി അവർക്ക് പ്രശ്നമില്ല. അവർ പരിചയമുള്ള രണ്ടാൾക്കാരാണെങ്കിൽ അവർക്ക് പ്രശ്നമില്ല, അവർക്ക് ഒരു പ്രശ്നമില്ല. പരിചയമില്ലാത്ത ഒരാൾ കയറിയത് അപ്പം പറയും. കാരണം അത്ര കൊതുമ്പ് വെള്ളം എന്നൊക്കെ പറയുന്നത് മാതിരിയുള്ളത്. ഞാൻ പറഞ്ഞു എനിക്ക് പരിചയമുണ്ടെന്ന് പറയും. കാരണം കല്ലായിപ്പുഴയിൽ ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഈ തോണി തുഴഞ്ഞിട്ടും മരം കുത്തിയിട്ടും ഒക്കെ പരിചയമുള്ള ഒരാളാണ്. ഇതിലാണ് ഞാൻ കല്ലായിപ്പുഴയിലാണ് നീന്തി പഠിച്ചത്. ഇതിൻ്റെ തീരത്ത് താമസിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പുഴ വെള്ളം ഭയമില്ല. അപ്പോൾ അതൊരു വലിയ അഡ്വാൻറ്റേജാണ്. ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിട്ട് നീന്തറിയാവുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഭയങ്കര ധൈര്യം ഉണ്ടാവുന്നില്ല. എത്ര വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ നീന്തറിഞ്ഞാൽ മതി. ആ കോൺഫിഡൻസിന് ശരിക്കും വലിയ നീന്തൽക്കാരനാവണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ അങ്ങനോട് പറഞ്ഞപ്പോൾ അങ്ങനെ കയറിക്കോളൂ. ഞാൻ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഞാൻ തരുമെന്ന് പറഞ്ഞു. അത് കൊടുക്കണമല്ലോ. കാരണം അവർ ഈ അപ്പോൾ ഇതിൻ്റെ രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു ഞങ്ങളൊക്കെ തന്നെ ഇന്നലെ മുഴുവനും തുടക്കത്തിൽ രക്ഷപ്പെടുത്താനുണ്ടായത് ഇവരുടെ ഗ്രൂപ്പ്, ഈ മത്സ്യത്തൊഴിലാളികളുടെ ഗ്രൂപ്പ് അവരായിരുന്നു ഏറ്റവും കൂടുതൽ. ഈ പോലീസും അതെല്ലായിടത്തും അങ്ങനെ തന്നെ. എൻ്റെ അനുഭവത്തിൽ നാട്ടുകാരാണ് ആദ്യം ഉണ്ടാവുക. അങ്ങനെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അപ്പോൾ അയാൾ പറഞ്ഞു ഞങ്ങളുടെ ടീം, അതായത് മത്സ്യത്തൊഴിലാളികളുടെ ടീം ഞങ്ങളാണ് ആദ്യം ഉണ്ടാകുന്നത്. കാരണം അവർ ആ കായലിൽ തന്നെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ടാവുന്നത്. അവരാണ് ഏറ്റവും കൂടുതൽ ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ. അയാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് അയാളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ബോഡി എടുത്തതും മാറ്റിയതൊക്കെ ഇങ്ങനെ പറഞ്ഞു. അയാൾ അതിൻ്റെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇതിലെ എൻ്റെ ലൈഫിൽ ഞാൻ 1-2 ബോഡിയൊക്കെ ഒരു സ്ത്രീയുടെ ബോഡിയൊക്കെ ഈ പിന്നെ ബോഗിയിൽ നിന്ന് എടുത്തിട്ട് ഈ ബോട്ടിലേക്കൊക്കെ ആയിട്ട് റബ്ബർ ബോട്ടാണ് സാധാരണ ഈ നേവിക്കാർ ഉപയോഗിക്കുന്ന റബ്ബർ ബോട്ടാണ്. ഇത് മറിഞ്ഞൊന്നും പോകില്ല. ഈ കാറ്റ് നിറച്ചിട്ട് ഓടിക്കുന്ന റബ്ബർ ബോട്ട്. അപ്പോൾ അതിലേക്ക് കൊണ്ടുവന്നൊക്കെ പടങ്ങൾ കിട്ടി. അപ്പോൾ അതിൻ്റെ ഈ തോണി പോയതുകൊണ്ട് എനിക്കിങ്ങനെ അത്തരം പടങ്ങൾ കിട്ടും. ആ സമയത്ത് രാവിലെ ആയതുകൊണ്ട് ഓരോന്നോരോന്ന് ബോഗിയിൽ നിന്ന് അപ്പോൾ ഈ വെൽഡിങ് ഈ ഗ്യാസ് കട്ടർ വെച്ചിട്ട് ബോഗി പിന്നെ കട്ട് ചെയ്തിട്ട് അതിനുള്ളിൽ നിന്ന് തലേ ദിവസം പോകാത്ത സ്ഥലത്തൊക്കെ ആൾക്കാർ മുങ്ങൽ വിദഗ്ധന്മാർ ഇറങ്ങിയിട്ടൊക്കെ ബോഡി എടുക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് ഒരു ചെറിയ കുട്ടിയുടെ ബോഡി ഇങ്ങനെ തൂക്കി വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ തൂക്കി ഇങ്ങനെ പിടിച്ച് കൊണ്ടുവരുന്നത്. ബോഗിൻ്റെ അകത്തുനിന്ന് കുട്ടിയുടെ സെൻറ്ററിൽ, അതായത് ചെറിയൊരു ബനിയൻ ഷർട്ട് ഇട്ട് അതിൻ്റെ തൂക്കി ഇങ്ങനെ എടുക്കുന്നത്. കാരണം അത്ര ചെറുതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ അറിയാതെ കരഞ്ഞു പോയി. എൻ്റെ മക്കൾക്ക് അതേപോലെ എനിക്ക് ഇരട്ടകളായിരുന്നു, 2 ആൺകുട്ടികളാണ്. അപ്പോൾ അത്രേ പ്രായമുള്ള മക്കളായിരുന്നു. ഞാൻ അറിയാതെ കരഞ്ഞു പോയി ശരിക്കും. അപ്പോൾ എന്നോട് പലരും ചോദിക്കും നിങ്ങളിതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാവില്ല എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കും. ഈ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ അല്ലാതെ വേറെ എവിടെയെങ്കിലും ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ഇത് ചോദിക്കും പലരും. ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ കാണും. എല്ലാവർക്കും ഉണ്ടാവും, എനിക്ക് മാത്രമല്ല ബാക്കി എല്ലാവർക്കും ഉണ്ടാവും. മനുഷ്യത്തുള്ള എല്ലാവർക്കും ഇതൊക്കെ വിഷമമുണ്ടാവും. അപ്പോൾ ജോലി ചെയ്യുമ്പോൾ ഇതൊക്കെ അങ്ങോട്ട് മറന്നു പോകും. എന്നാലും പ്രധാനപ്പെട്ടത് ഇപ്പോൾ എൻ്റെ മക്കൾ അതേ പ്രായമായതുകൊണ്ട് ഞാൻ കരഞ്ഞു പോയതറിയില്ല. എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ദുരന്തത്തിൽ ഞാൻ അറിയാതെ കരഞ്ഞു പോയത്. മക്കളോടുള്ള അപ്പോൾ എല്ലാവർക്കും അറിയാം, മക്കളുള്ള അച്ഛന്മാർക്കോ അമ്മമാർക്കോ അറിയാം മക്കൾ ഇങ്ങനെ ആകുമ്പോഴുള്ളൊരു സ്ഥിതി എന്താണ്. അങ്ങനെ കരഞ്ഞു പോയത്. അത് കഴിഞ്ഞ് ആ പടം എടുത്ത് കഴിഞ്ഞ് അതൊക്കെ ഒന്ന് സെറ്റായി ഞാനൊന്ന് ഇതായിട്ട് വരുമ്പോൾ തന്നെയാണ് തൊട്ടപ്പുറത്തുനിന്നൊരു കരച്ചിൽ കേൾക്കുന്ന ഒരു വലിയ മനുഷ്യൻ്റെ പൊട്ടിക്കരയാണ് ഒരാൾ. പൊട്ടിക്കരയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അയാളെ ഈ 4-5 പേര് പിടിക്കുന്നുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഗ്യാസ് കട്ടിങ്ങിൻ്റെ കൂടെ അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ചെല്ലപ്പൻ നെറ്റാണ് റെയിൽവേയിലെ ഉദ്യോഗസ്ഥനാണ്. കൊല്ലത്തുനിന്ന് വന്നിട്ടുള്ള റെയിൽവേ ഉദ്യോഗസ്ഥന്മാരെ കൂടെ വന്നിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ മനുഷ്യൻ. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇങ്ങേരും കൂടെ ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ ഇയാളെ അങ്ങ് ബോധം കെട്ടുപോകും. ബോധം കെട്ടുപോകുമ്പോൾ ഇയാളെ ബോട്ടിൽ കയറ്റിയിട്ട് കരയിലേക്ക് കൊണ്ടുപോകാൻ ചെയ്യുന്നത്. പിന്നാണ് അറിഞ്ഞത് ഈ പിന്നെ ഇയാളുടെ മകന് ആ ട്രെയിനിൽ ഈ ഗ്യാസ് കട്ടിങ് ചെയ്ത് എടുക്കുന്ന കൂട്ടത്തിൽ ഇയാളുടെ മകനും അതിനകത്ത് ഇയാളുടെ ഏക മകനാണ് ജലജകുമാർ എന്നൊക്കെയാണ് അവൻ്റെ പേര്. 18 വയസ്സായിട്ടുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ ആ കുട്ടിയുടെ ബോഡി എടുത്തിട്ട് റബ്ബർ ബോട്ടിലേക്ക് ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോയാണ് ഞാൻ എടുത്തത്. അയാളെ തുഴഞ്ഞു കൊണ്ടുവരുന്നത്. അത് ഞാൻ എനിക്ക് അപ്പോൾ അറിയില്ലായിരുന്നു ഇയാളുടെ മകനാന്നുള്ളത്. പിന്നെ ഞാൻ അറിയുന്നത് ഇയാളുടെ മകനാന്നുള്ളത്.
അപ്പം നമ്മൾ അങ്ങനെ ചെയ്യും. അപ്പോൾ തലേ ദിവസം പിറ്റേ ദിവസം വരുന്നതാണ് ഈ കുട്ടി ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ ഇവൻ തലേ ദിവസത്തെ ട്രെയിനിൽ തന്നെ പുറപ്പെട്ടു, അതുവരെ അറിഞ്ഞില്ലത്. അപ്പം നമ്മളുടെ ഒരു അവസ്ഥ നോക്കണം. ഇതിൻ്റെ ഇടയിൽ ഒക്കെ വളരെ അപൂർവമായിട്ടുള്ളൊരു സംഭവമാണ്. ഒരു നമുക്ക് സിനിമയിലൊക്കെ മറ്റോ കാണുന്ന രീതിയിലുള്ള, കാരണം സ്വന്തം മകനെ തന്നെ ഒന്നും അറിയില്ല, അയാൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി. എൻ്റെ മകൻ പിറ്റേന്നേ വരുള്ളൂ. ഈ ഐലൻഡ് എക്സ്പ്രസ്സിൽ ബാംഗ്ലൂരിൽ പോയതായിരുന്നു, വേറൊരു സുഹൃത്തിന് വേണ്ടിയിട്ട് പോയതായിരുന്നു തോന്നുന്നു. അപ്പോൾ അതൊക്കെ വല്ലാത്തൊരു അവസ്ഥയാണ്. അതൊക്കെ നമ്മളെ വല്ലാതെ ഹോണ്ട് ചെയ്യും ശരിക്കും. അപ്പോൾ ആ കരച്ചിലുണ്ടല്ലോ, അത് നമ്മളെ മനസ്സിൽ നിന്ന് പോകില്ല. അയാൾ ആ പെട്ടെന്നുള്ള കരച്ചിൽ, ഒരു ബോഡി ഇങ്ങനെ കണ്ട് കിടത്തിയിട്ട് കരയുന്നതും പെട്ടെന്ന് യാദൃശികമായിട്ട് കിട്ടി ഇങ്ങനെ ഒരു അനുഭവങ്ങളുണ്ട്. അത്ര അനുഭവങ്ങളൊന്നും നമ്മളെ മനസ്സിൽ നിന്ന് ഒരിക്കലും. ആ പടം എനിക്ക് മാത്രമേ കിട്ടിയുള്ളൂ. ഈ രണ്ടും കൂടെ ഒന്നിച്ചിട്ടുള്ള മീൻസ് ഈ അടുത്തടുത്ത്, അത് ഞാൻ ഇതിൽ പോയതുകൊണ്ടാണ്. ശരിക്കും ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറയുമ്പോൾ അതൊരു വല്ലാത്ത പടം, പക്ഷെ അതൊരു ഭയങ്കര ദുഃഖമുള്ള പടം. ഈ പത്രപ്രവർത്തനം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഏറ്റവും വലിയ വാർത്തകളൊക്കെ ദുഃഖമായിരിക്കും. വലിയ വലിയ ദുരന്തങ്ങളാണ് ഏറ്റവും വലിയ വാർത്തകളായിട്ടുണ്ട്. അല്ലാത്തത് ഒളിമ്പിക്സ് വരുമ്പോഴോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഒരു ഇലക്ഷൻ്റെ സമയത്തൊക്കെയാണ് വലിയ വാർത്തകൾ വരിക. അല്ലാത്തത് മുഴുവൻ ദുരന്തങ്ങളായിരിക്കും. ഏറ്റവും കൂടുതൽ ദുരന്തങ്ങളാണ് വലിയ വാർത്തകളായിട്ട് വരിക എപ്പോഴും. അപ്പോൾ നമ്മൾക്ക് അതിന് വേണ്ടിയിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ ഈ പിന്നെ ഓഫീസിൽ നിന്ന് പറഞ്ഞ് 1 മണിക്കൂറേ ഞാൻ അവിടെ നിന്നുള്ളൂ ആ സ്പോട്ടിൽ. ആ സ്പോട്ടിൽ 1 മണിക്കൂർ ഞാൻ പല്ലും തേച്ചിട്ടില്ല, ഒന്നും തേച്ചില്ല. അപ്പോൾ പിന്നെ ഞാൻ ആ പടം, ഈ 2 പടം കിട്ടിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഏതാണ്ട് ചുറ്റുവട്ടത്തൊക്കെ കൂടി ഏതാണ്ട് ഒരു 1-1.5 മണിക്കൂർ നിന്നിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് മെയിനായിട്ടുള്ള പടങ്ങൾ ഈ തോണി പോയതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയത്. പിന്നെ ഞാൻ ഓടുക, തിരിച്ച് ബസ് പിടിക്കുന്നു, ഇതുപോലെ 2ാമത്തെ ബസ് പിടിക്കുന്നു, കോഴിക്കോട് എത്തുമ്പോൾ ഏതാണ്ട് രാത്രി ആവില്ല. അപ്പോഴേക്കും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അന്നൊക്കെ STD ആണ്, ഞാൻ ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ പടങ്ങൾ എടുത്തിട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് എഡിഷൻ കൊടുക്കാൻ തക്ക സമയത്ത് ഞാൻ അപ്പോൾ കൊല്ലത്തുനിന്ന് ഈ പടം എടുത്തിട്ട് അതിരാവിലെ വീണ്ടും പുറപ്പെടുകയാണ്. കോഴിക്കോട് എനിക്ക് തോന്നുന്നു ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഞാൻ കോഴിക്കോട് എത്തി. പടങ്ങളൊക്കെ കൊടുത്തു. അന്ന് കൗമുദിക്ക് ട്രാൻസ്മിറ്റർ ഉണ്ട് തോന്നുന്നു. എൻ്റെ പടങ്ങളൊക്കെ അങ്ങോട്ട് അയച്ചു. അപ്പോൾ അവരേറ്റവും കൂടുതൽ എൻ്റെ പടങ്ങളാണ് അന്ന് പിറ്റേ ദിവസം. ആദ്യത്തെ ദിവസം ആർക്കും കേരള കൗമുദിയിൽ പടമൊന്നും വന്നിട്ടില്ല. ഇത്ര അപകടം നടന്നൊന്നുമില്ലാതെ കേരള കൗമുദിയിൽ മനോരമ പോലത്തെ പത്രത്തിനൊക്കെ ഇന്നൊക്കെ ആണെങ്കിൽ എല്ലാം എത്ര രാത്രിയാണെങ്കിലും പടം പിറ്റേ ദിവസം. അന്ന് ആ സംവിധാനം ഇല്ലല്ലേ, 88-ലല്ലേ. അന്ന് ഈ നാട്ടുകാരുടെ കയ്യിലൊന്നും ക്യാമറയില്ല, ഈ മൊബൈലില്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ പത്രത്തിലൂടെ മാത്രം, അല്ലെങ്കിൽ ചാനലും അന്ന് തുടങ്ങിയിട്ടില്ല. പത്രത്തിൻ്റെ ഒരു സുവർണ്ണ കാലഘട്ടം പറഞ്ഞാൽ ഈ അപകടങ്ങൾ കൊണ്ടല്ല, പത്രത്തിൻ്റെ ഒരു സുവർണ്ണ കാലഘട്ടം കഴിഞ്ഞു ശരിക്കും. അതായത് വാർത്തയല്ല, അന്ന് റേഡിയോ വഴിയോ ദൂരദർശൻ വഴിയോ മാത്രമേ അറിയായിരുന്ന ഒരു സാധനം ഇന്നിപ്പോൾ സാധാരണക്കാരുടെ ലോകത്ത് എവിടെ എന്ത് സംഭവം നടന്നാലും ആ നിമിഷം സാധാരണക്കാരൻ ആ സ്പോട്ടിലുള്ള ആൾക്കാരാണ് എടുത്ത് അയക്കുന്നത്. ഇന്ന് ഭയങ്കരമായിട്ട് അഡ്വാൻസ് ചെയ്യുന്നു. ഇന്നത്തെ കാലഘട്ടമാണ് നല്ലത്, ഞാൻ അതാണ് നല്ലതെന്ന് ഞാൻ ഒരിക്കലും പറയും. അപ്പോൾ ഇത് ഞാൻ ഈ പടമായിട്ട് ഓഫീസിലെത്തുക ചെയ്യുന്നു. ഇത്രയും സംഭവം അതിൻ്റെ ഇടയ്ക്കുള്ള ഈ മനുഷ്യൻ്റെ സാധനം അത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. ബാക്കി സ്റ്റോറി അവർ കൊല്ലത്തേക്ക് വിളിച്ച് ചോദിച്ചിട്ട് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എടുക്കും. ഇപ്പോൾ ഫോട്ടോഗ്രാഫർ ഈ ക്ലൂ മാത്രം കൊടുത്താൽ, ഈ പടം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി സ്റ്റോറി റിപ്പോർട്ടേഴ്സ് അവിടുന്ന് അത് അവർ മിടുക്കരായിട്ടുള്ള ആൾക്കാരുണ്ട്, അത് അവർക്ക് തപ്പിപ്പിടിച്ച് ഈ മനുഷ്യൻ എന്താണെന്നുള്ള ബാക്കി പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ പടങ്ങൾ എല്ലാ പത്രത്തിലും ഇതുപോലെ ഒന്നിച്ചുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരള കൗമുദിക്ക് അന്ന് കിട്ടിയ ഒരു വലിയ അഡ്വാൻറ്റേജാണ്. നമ്മളത് ശരിക്ക് പിറ്റേ ദിവസം പോയതാണെങ്കിൽ 3 ദിവസം ഫ്രണ്ട് പേജിൽ എൻ്റെ പടം വന്നതാണ് കേരള കൗമുദിയിൽ. പിന്നെ ഇറങ്ങിയിട്ടുള്ള 3 ദിവസം എൻ്റെ പടം വന്നതാണ്. കാരണം അത് പെട്ടെന്ന് പിന്നെ കലാകൗമുദി ഒരു സ്പെഷ്യൽ പതിപ്പിറക്കി. അത് കേരളത്തിലെ ഏറ്റവും വലിയ 105 പേര് മരിച്ചല്ലോ. പിന്നെ മരണം മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരുപാട് പേര് അപകടം ഉണ്ടാവും. അതിപ്പോൾ നിങ്ങൾ പിന്നെ ഈ ടെമ്പിൾ ഗേറ്റ് ആണെങ്കിലും കടലുണ്ടി ആണെങ്കിലും ഈ പെരുമൺ ദുരന്തത്തിൻ്റെ ഒക്കെ അന്ന് പരിക്ക് പറ്റിയൊരു കാലില്ലാതെ പോയവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അതെല്ലാ അപകടത്തിനും ഇപ്പോൾ ഒറീസയിൽ നടന്ന അപകടത്തിന് 1000-ൽ പറഞ്ഞ ആൾക്കാർക്ക് പരിക്കുണ്ടെന്ന്. അതവരെ വർഷങ്ങളോളം ജീവിതകാലം മുഴുവനും മാറാത്ത ആൾക്കാരുണ്ടാവും. നമ്മൾ ഈ അപകടം എത്ര ആൾ മരിച്ചു എന്നല്ല, ശരിക്കും അതിന് ശേഷം ഉണ്ടാകുന്നതാണ് ഇതിൻ്റെയൊക്കെ ഭയങ്കര സംഭവങ്ങൾ നോക്കുക. എനിക്കൊന്നും അവിടെ ഒരു പിന്നെ സ്തൂപൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അന്ന് പിന്നെ അപ്പോഴത്തേക്ക് 2 വർഷമായിട്ടേ ഉള്ളൂ. ക്യാമറയിൽ വലിയ പുരോഗതിയൊന്നും വന്നിട്ടില്ല. ക്യാമറ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ്. അന്നത്തെ ഏതായിരുന്നു ക്യാമറ എന്ന് ഓർമ്മിക്കുന്നുണ്ട്? അന്നത്തൊക്കെ നിക്കോണായി പോയി. അപ്പോഴേക്കും ഞാൻ നിക്കോൺ ക്യാമറ ഉപയോഗിക്കാൻ തുടങ്ങി. അന്നത്തേക്ക് ശേഷം നിക്കോൺ കുറച്ചും കൂടി സ്പീഡ് ഉണ്ടായിരുന്നു, സ്പീഡുള്ള ക്യാമറകളൊക്കെയാണ്. സ്പീഡ് അല്ലെങ്കിൽ നമ്മൾ ഏതാണ്ട് മോട്ടോർ ഡ്രൈവ് പോലെ തന്നെ നമ്മുടെ കൈ വർക്ക് ചെയ്യും. സാധാ ക്യാമറയിലും അത്ര സ്പീഡ് ഒന്ന് എടുത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റേത് ബൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അത് എക്സ്പീരിയൻസ് കൊണ്ട് വരുന്നത്.
ഞാൻ ഈ പെരുമണ്ണിനെ പറ്റി ചോദിക്കുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ടെമ്പിൾ ഗേറ്റ് ദുരന്തത്തിനേക്കാളും മനസ്സിനെ ഭയങ്കരമായിട്ട് വിക്ഷുബ്ധമാക്കി സങ്കടപ്പെടുത്തുന്നത് ഒരു പോണ്ടി ഇന്ന് ഒരുപാട് നിങ്ങൾ പകർത്തിയിട്ടുണ്ട് അതിനകത്ത്. ആ സ്ത്രീയുടേത്, പിന്നെ ചെറിയ കുട്ടി, ഇപ്പൊ പറഞ്ഞ പിന്നെ അച്ഛൻ മകന്റെ ബോഡി എടുത്ത് പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന രംഗം, ഇതൊക്കെ. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് ഒരു വലിയൊരു ആഘാതത്തോടുകൂടി തന്നെയല്ലേ നിങ്ങൾ തിരിച്ചു വരുന്നത്? തീർച്ചയായിട്ടും അതെപ്പോഴും മനസ്സിലുണ്ടാവും. നമ്മളിപ്പോൾ അതിന് ഞാൻ വേറൊരു ഉദാഹരണം പറയാൻ എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. പിന്നെ ലാത്തൂർ ഭൂകമ്പം, മഹാരാഷ്ട്രയിൽ നടന്ന ലാത്തൂർ ഭൂകമ്പം ഫോട്ടോ എടുക്കാൻ പോയത് എത്ര 10,000-ന്റെ മുകളിലൊക്കെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അവരെല്ലാം അവിടെ തന്നെ വെച്ചിട്ടായിരുന്നു ദഹിപ്പിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വല്ലാത്ത സ്മെല്ലായിരുന്നു. ഈ മനുഷ്യനെ ദഹിപ്പിക്കുന്നതിൻ്റെ ഒരു വല്ലാത്ത സ്മെല്ലാണ് ശരിക്കും. നമുക്കൊരു വല്ലാത്തൊരു വിഷമം തോന്നുന്നൊരു സ്മെല്ലാണ് ശരിക്കും. അതൊരു മാസത്തിലധികം എൻ്റെ മൂക്കിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ശരിക്കും. ഒരു മാസത്തോളം ആ ഒരു സ്മെല്ലിൻ്റെ മൂക്കിലുണ്ടായിരുന്നു. മറ്റുള്ള ഫോട്ടോഗ്രാഫർമാർക്ക് അല്ലെങ്കിൽ റിപ്പോർട്ടേഴ്സിന് അത് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ, എൻ്റെ ഉള്ളിൽ ആ ഒരു വേദന എപ്പോഴും കുറേ കാലം ഒരു വല്ലാത്ത ഹാങ് ഓവറിലായിരുന്നു. ഈ പെരുമണ്ണിനെ പറ്റി പറയുമ്പോഴേ, പെരുമൺ പിന്നെയും അതുവഴി പലതവണ പോയിട്ടുണ്ടല്ലോ. എപ്പോൾ പോകുമ്പോഴും അത് പലതവണ നമ്മൾ യാത്ര ചെയ്തു. എങ്ങനെ എന്താ ഓർമ്മിക്കാതെ അത് ഈ ഓർമ്മയിൽ വരും. അതെനിക്കെന്നല്ല, എനിക്ക് തോന്നുന്നു പലർക്കും ആ ഓർമ്മ മനസ്സിലുണ്ടാവും എന്നുള്ളതാണ്. പെരുമൺ കൂടെ പോകുമ്പോൾ ആ ദുരന്തം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും.